methods mainly three types ഉണ്ട്. Dry heat cooking methods, moist heat cooking methods, combination cooking methods. ഡ്രൈ ഹീറ്റിൽ വരുമ്പോൾ എയർ ഡ്രൈയും ആൻഡ് ഫാറ്റ് ഡ്രൈയും ഉണ്ട്. മോയ്സ്റ്റ് ഹീറ്റിൽ വരുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും വാട്ടർ ഹീറ്റും ഉണ്ട്, സ്റ്റീം ഹീറ്റും ഉണ്ട്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബോത്ത് ഡ്രൈ ആൻഡ് മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡ്സ്. ഓക്കെ, സോ ഡ്രൈ ഹീറ്റ് മെത്തേഡ്സിൽ വന്നതാണ് ബ്രോയിലിംഗ്, ഗ്രില്ലിംഗ്, റോസ്റ്റിംഗ്, ബേക്കിംഗ്, സോൾട്ടിംഗ്, പാൻ ഫ്രൈയിങ്, ഡീപ് ഫ്രൈയിങ്. മോയ്സ്റ്റ് ഹീറ്റിൽ പോച്ചിങ്, സിമറിംഗ്, ബോയിലിംഗ്, സ്റ്റീമിംഗ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേസിംഗ് ആൻഡ് സ്റ്റൂയിങ്. സോ നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഡ്രൈ ഹീറ്റ് കുക്കിംഗ് മെത്തേഡ്സിൽ ഫസ്റ്റ് വന്ന മെയിൻ കാര്യങ്ങൾ ബ്രോയിലിംഗ്, ഗ്രില്ലിംഗ്, റോസ്റ്റിംഗ്, ബേക്കിംഗ്, സോൾട്ടിംഗ്, സ്റ്റിർ ഫ്രൈയിങ്, പാൻ ഫ്രൈയിങ് ആൻഡ് ഡീപ് ഫ്രൈയിങ്. സോ ബ്രോയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുമില്ല, നമ്മളൊരു റേഡിയൻറ്റ് ഹീറ്റിന് ഫ്രം ആൻ ഓവർ ഹെഡ് സോഴ്സ് ടു കുക്ക് ദ ഫുഡ്. സോ ഇത് നമുക്ക് മുകളിലും താഴെയിട്ട് കൊടുക്കാം. സോ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ബ്രോയിലർ എന്ന് പറയാം, താഴെയാണെങ്കിൽ നമ്മൾ ഗ്രില്ല് എന്ന് പറയും. സോ ഹീറ്റ് അടിയിൽ നിന്നാണ് പോകണമെങ്കിൽ അതിന് ഗ്രില്ലിംഗ് എന്ന് പറയും, ഗ്രിൽഡ് ചിക്കൻ അതൊക്കെ കണ്ടിട്ടില്ലേ. പിന്നെ ബ്രോയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മുകളിൽ നിന്നായിരിക്കും ഹീറ്റ് കൊടുക്കാം. ഓക്കെ, സോ ഗ്രില്ലിംഗ് ആ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ബെനീത്ത് ദ കുക്കിംഗ് സർഫസ്. ഓക്കെ, ഗ്രില്ലിംഗ് ആൻഡ് ബാർബിക്യൂ തമ്മിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രില്ലിംഗ് ഈസ് ക്വിക്ക് ആൻഡ് ഈസി മെത്തേഡ് ഓഫ് കുക്കിംഗ് ആൻഡ് ദർ ഇസ് എ ലിറ്റിൽ ലോസ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ലെസ് ഫാറ്റ് ഇസ് യൂസ് ആൻഡ് ഗ്രിൽഡ് ഫുഡ് ആർ ടേസ്റ്റി ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. സോ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഗ്രിൽഡ് ഫുഡ്സ് കനോട്ട് ബി സക്സസ്ഫുള്ളി റീഹീറ്റഡ്. നമുക്ക് റീഹീറ്റ് ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് റീഹീറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ നീഡ് ടു ബി സെർവ്ഡ് സ്ട്രേറ്റ് അവേ ആൻഡ് ഓൺലി ടെൻഡർ കട്ട്സ് ഓഫ് മീറ്റ് ക്യാൻ ബി യൂസ്ഡ്. ഒരുപാട് എല്ല് പോലത്തെ മീറ്റ്സ് ഒന്നും നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. സേഫ്റ്റി റൂൾസ് എന്ന് പറയുന്നത് ഡു നോട്ട് ലീവ് ദ ഫുഡ് അൺഅറ്റൻഡഡ് വിസിൽ കുക്കിംഗ്. അതെന്ന് പറയുന്നത് നമ്മൾ അതിനെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് എവിടെയും പോകരുത്, അത് എന്തെങ്കിലുമൊക്കെ വന്നിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുക. കീപ് വർക്ക് ഏരിയ ക്ലീൻ ആൻഡ് ഫ്ലോസ് ഫ്രീ ഫ്രം ദ സ്പ്ലിറ്റ് ഗ്രീസ്. സോ ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീറ്റിൻ്റെ ഒരു ഫാറ്റും ഇതൊക്കെ ഇങ്ങനെ ഒളിച്ചിറങ്ങും. അപ്പോൾ അത് ഒന്ന് എപ്പോഴും ക്ലീൻ ചെയ്യുക. എക്സസൈസ് ഗ്രേറ്റ് കെയർ when adjusting grill bars or salamander racks. സോ നമ്മൾ ഗ്രിൽ ബാർസ് അല്ലെങ്കിൽ സലമൻഡർ റാക്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ assume all surfaces and items around the grill areas to be hot. Feel before you pick up anything. അപ്പോൾ ആ ഒരു ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ ചുറ്റും ഭയങ്കര ചൂടായിരിക്കും, അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ പോകുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നതാണ് roasting and baking. So these are the process of surrounding a food with dry heated air in an enclosed area like നമ്മൾ മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് പോലെ. സോ ആ പർട്ടിക്കുലർ ഏരിയ കംപ്ലീറ്റ് നമ്മൾ ചൂടായിരിക്കും ഉണ്ടാവുക. ഒരു ക്ലോസ്ഡ് ചേമ്പറിനകത്തോട്ട് നമ്മൾ ഫുഡിനെ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുക. റോസ്റ്റിംഗിൽ വരുമ്പോഴത്തേക്കും മിനിമൽ ഫയർ റിസ്ക് ആണ് പറയുന്നത്. മീറ്റ് ജ്യൂസസ് ഫ്രം ദ മീറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗ്രേവി വിച്ച് എൻഹാൻസ് ദ ഫ്ലേവർ. പിന്നെ ഇറ്റ്സ് ഗീവ്സ് എ വെറൈറ്റി ഓഫ് മെനു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺസ്റ്റന്റ് അറ്റൻഷൻ ഷുഡ് ബി റിക്വയർഡ്. നമ്മളത് വച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത് കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോസസ് ഓഫ് ന്യൂട്രിയൻസ് ലൈക്ക് അമിനോ ആസിഡ്സ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകും. സേഫ്റ്റി റൂൾസ് എന്ന് പറയുന്നത് കറക്റ്റ് ഡിഗ്രി ഓഫ് കുക്കിംഗ് ഓഫ് മീറ്റ്സ് മസ്റ്റ് ബി ആക്യുറേറ്റ്ലി മെഷേർഡ് ടു പ്രൊട്ടക്ട് ഫ്രം പാരസിറ്റിക് വോംസ് ഓർ പാത്തജനിക് ബാക്ടീരിയ. സോ ഫുഡ് ഈ മീറ്റ് നമ്മൾ നല്ല പ്രോപ്പറായിട്ട് കുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പാരസൈറ്റ്സും അതിൻ്റെ മുട്ടകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് വരികയും പിന്നീട് വരെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഹുക്ക് വർംസ് അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ കെയർ ഷുഡ് ബി ടേക്കൺ വെൻ ഹാൻഡ്ലിംഗ് ഓവൻ ട്രേസ് ടു പ്രിവെന്റ് സ്പില്ലേജ് ഓഫ് ഹോട്ട് ഫാറ്റ്. അപ്പം അത് സൂക്ഷിക്കുക. ആൻഡ് സേഫ് പ്രാക്ടീസ് ഷുഡ് ബി ഒബ്സർവ് ഇൻ ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ്. ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയർ ഒക്കെ യൂസ് ചെയ്യുക, ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് എടുക്കുക. സോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, ജസ്റ്റ് നമ്മൾ സാധനങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വഴറ്റില്ലേ, നമ്മൾ സാധാ വീട്ടിൽ ചെയ്യണത്. സവാള ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി ഇട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കുന്നതിനെയാണ് ഈ സോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് യൂസസ് കണ്ടക്റ്റഡ് ഹീറ്റ് ഫ്രം ദ സോൾട്ട് പാൻ വിത്ത് ദ എയ്ഡ് ഓഫ് എ ലിറ്റിൽ ഓയിൽ ഓർ ഫാറ്റ് ടു കുക്ക് ദ ഫുഡ്. ആൻഡ് സ്റ്റിർ ഫ്രൈയിങ് ഈസ് സിമിലർ ബട്ട് ഈസ് ജനറലി ഡൺ വിത്ത് ദ വോക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് പാൻ ഫ്രൈയിങ് ഓർ ഷാലോ ഫ്രൈയിങ്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും സിമിലർ ടു സോർട്ടിംഗ് ഓർ ഡീപ് ഫ്രൈയിങ് ആണ്. Where the heat is conducted to the
food from the heated pan using a moderate amount of oil or fat. അതായത് നമ്മൾ എന്തെങ്കിലും പൊരിച്ചെടുക്കുക, ചിക്കൻ പൊരിക്കുകയോ ഫിഷ് പൊരിക്കുകയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. There is also some convection of heat through the medium of fat. ഡീപ് ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും ഈ KFC പോലത്തുള്ള സാധനങ്ങളിൽ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതിനാണ് ഈ പറയുന്നത് ഡീപ് ഫ്രൈയിങ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ലോട്ട്സ് ഓഫ് ഓയിൽസ് ഓർ ഫാറ്റ്സ് നമുക്ക് റിക്വയർഡ് ആണ്. സോ ഇറ്റ് യൂസസ് കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് ടു ദ ഫുഡ് സബ്മേർജ് ഇൻ ദ ഹോട്ട് ഫാറ്റ്. അതിനകത്ത് നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡിനെ മുക്കി വെച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. സോ അതാണ് ഡീപ് ഫ്രൈ. സോ ഫ്രൈയിങ്ങിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ടേസ്റ്റ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് അലോങ് വിത്ത് സ്ട്രക്ചർ. അത് കാണാനൊരു ഭംഗിയായിരിക്കും, ടേസ്റ്റ് കുറച്ച് ഉണ്ടാവും. പിന്നെ കലോറിഫിക് വാല്യൂ കൂടുതലായിരിക്കും. ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ് ഫ്രൈയിങ് എന്ന് പറയുന്നത്. ഷാലോ ഫാറ്റ് ഫ്രൈയിങ്ങിൽ ദ എമൗണ്ട് ഓഫ് ഓയിൽ കൺസംപ്ഷൻ ക്യാൻ ബി കൺട്രോൾ. സോ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? Food may become oily or soggy with too much absorption of oil, and the food becomes very expensive after this frying, and fried foods takes long time to digest. So it നമ്മളതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് വണ്ണം കൂടാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. So repeated uses of heated oils may produce harmful substances and reduce the smoking points. നിങ്ങൾ ഈ കടകളിൽ പോയാൽ കാണാൻ പറ്റും കരിയോല് പോലെ ഇരിക്കുന്ന എന്താ പറയാ ഓയിൽസ്. അതായത് മൾട്ടിപ്പിൾ ടൈം അതിങ്ങനെ അതിനകത്ത് തന്നെ ഇട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് അത് ശരിക്കും വിഷം ഉണ്ടാവും. സോ എന്നിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഈ പൊരിച്ചതും വറുത്തതും എടുത്ത് നമ്മൾ കഴിക്കുകയും ചെയ്യും. സോ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് ആൻഡ് ഇറ്റ് ഈസ് കാർസിനോജനിക് എന്ന് വേണമെങ്കിൽ പറയാം, ലോങ് ടൈം കൺസംപ്ഷൻ. സേഫ്റ്റി റൂൾസ് ഓഫ് ദ ഫ്രൈയിങ് എന്ന് പറയുന്നത് ഓൾ പേഴ്സൺ മസ്റ്റ് ബി ട്രെയിൻ ഇൻ കറക്റ്റ് യൂസേജ് ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് ദ പ്രോപ്പർ ലെവൽ ഓഫ് ഫ്രൈയിങ് മീഡിയം ഷുഡ് ബി യൂസ്ഡ്. ഒരുപാട് വേവാതിരിക്കാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കഴിച്ചു മുറിച്ച് തിന്നാതിരിക്കുക. ഫ്രയർ മസ്റ്റ് നോട്ട് ബി ഓവർലോഡഡ് ആസ് ദിസ് മേ കോസ് ഹോട്ട് ഓയിൽ ഓർ ഫാറ്റ് ഓവർഫ്ലോ ആൻഡ് ഡ്രെയിൻ വെറ്റ് ഫുഡ്സ് ആൻഡ് ദെൻ ഡ്രൈ വിത്ത് അബ്സോർബൻ പേപ്പർ. ദിസ് പ്രിവെന്റ്സ് സ്പ്ലാറ്റർ ഓഫ് ഹോട്ട് ഫാറ്റ്. അതായത് നമ്മൾ നല്ല തിളച്ചിരിക്കുന്ന എണ്ണയിൽ വെള്ളമുള്ള എന്ത് ഒരു സാധനം ഇടാതിരിക്കുക, അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. Pans must be moved carefully on the stove tops to prevent splattering and burns. സോ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ഡ്രൈ ഹീറ്റ് കുക്കിംഗ് മെത്തേഡ്സ് ആയിരുന്നു. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഡ്രൈ ഹീറ്റ് കുക്കിംഗ് മെത്തേഡ്സ് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് കുക്കിംഗ് മെത്തേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിൽ വന്നാണ് പോച്ചിങ്, ബോയിലിംഗ്, സ്റ്റീമിംഗ് ആൻഡ് സൂസ് വൈറ്റ്. പോച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും it uses convection to transfer heat to cook foods that don't need higher temperature or time. So water temperature of poaching eggs should be around 160 to 180 degree Fahrenheit or 71 to 82 degrees Celsius. As a rule of thumb, bring the water to a boil, when reduce it to a simmer before cooking. So poaching eggs നമ്മൾ മെയിൻലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം എടുക്കുക, അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് നമ്മളൊരു സ്പൂണോ ഒരു സ്ക്യൂലോ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഒരു ബോട്ടക്സ് ഫോം ചെയ്യുക. അതായത് കണ്ടിന്യൂസ് നമ്മൾ ഇളക്കുമ്പോൾ ഒരു ചുഴി പോലത്തെ ഇത് വരും. അപ്പം അതിനകത്തോട്ട് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ട ആഡ് ചെയ്തതിന് ശേഷം പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് ഇളക്കരുത്. അപ്പോൾ വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഇതിലായിരിക്കണം ഫ്ലെയിം ഉണ്ടാവുക. ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക, എന്നിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ. എന്നിട്ടൊരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഒരു ഡ്രെയിനർ യൂസ് ചെയ്തിട്ട് എടുക്കാം. സോ ഇറ്റ്സ് ലൈക്ക് ലൈക്ക് കൺസിസ്റ്റൻസി. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് വിത്ത് ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് മേ ബി കുക്ക്ഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് അപ്പ് ലൈക്ക് eggs. Poached foods are really easy to digestible and no fat needs to be added to cook the food. So disadvantage എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഫുഡ്സ് ഒന്നും നമുക്ക് പോച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് അതിൻ്റെ ഫ്ലേവറും ന്യൂട്രിയൻ ഡോസും പറയുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് വാട്ടർ കുക്കിംഗ് ലിക്വിഡ് ആൻഡ് ദർ ഈസ് എ ലിറ്റിൽ ഡെവലപ്മെന്റ് ഇൻ കളർ ആൻഡ് ഫ്ലേവർ വിൽ ഒക്യൂസ്. സേഫ്റ്റി റൂൾസ് ഓഫ് ദിസ് പോച്ചിങ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ് ഷുഡ് ബി മാച്ച് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ടു പ്രിവെന്റ് സ്പില്ലേജ് ആൻഡ് കെയർ ഷുഡ് ബി ടേക്കൺ ഇൻ ഹാൻഡ്ലിംഗ് ഡിഷസ് which are brought to temperature on the top of the stove and the transferred to the oven. അതായത് സൂക്ഷിച്ചില്ലെങ്കിൽ കൈ പൊള്ളും, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വൺ ആണ് ബോയിലിംഗ്. സോ ബോയിലിംഗ് എന്താണെന്നറിയാലോ, തിളപ്പിക്കൽ. ഇറ്റ് യൂസസ് കൺവെക്ഷൻ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ദ ലിക്വിഡ് ടു ദ ഫുഡ്. In boiling, there is a large amount of rapidly bubbling liquid to cook the food.
നന്നായി തിളപ്പിക്കണം, എന്നാലാണ് ഫുഡ് നമ്മൾ അതിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബോയിലിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ടഫർ ആൻഡ് ചീപ്പർ കട്ട്സ് of meat may be used for this boiling purpose, and heat transfer is fairly rapid and efficient. The food is not likely to burn and the food remains moist. And disadvantage എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലേവേഴ്സും കളർ ഓഫ് ദ ഫുഡ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നന്നായി തിളപ്പിച്ച ഫുഡിനകത്ത് ന്യൂട്രിയൻസ് ഒരുപാട് നഷ്ടപ്പെടും. ലൈക്ക് വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ്. ഏതൊക്കെയാണ് വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസിന് കമന്റ് സെക്ഷനിൽ പറയാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. സേഫ്റ്റി റൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ബോയിലിംഗ് യൂട്ടൻസിൽസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ടു ബി കുക്ക്ഡ്. വലിയ പാത്രത്തിനകത്ത് ഒരുപാട് ചെറുത് എടുക്കരുത്, ചെറിയ പാത്രത്തിനകത്ത് ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഫുഡ് എടുക്കരുത്. ദ ഫുഡ് ഹാൻഡ്ലർ ഷുഡ് ബി ടേക്കൺ കെയർ വെൻ പ്ലേസിംഗ് ഫുഡ്സ് ഇൻ ടു റിമൂവിംഗ് ദ ഐറ്റംസ് ഫ്രം ദ ബോയിലിംഗ് ലിക്വിഡ്. നന്നായിട്ട് തിളച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സാധനം എടുക്കുമ്പോഴും വയ്ക്കുമ്പോഴും സൂക്ഷിക്കുക. അതുപോലെ തന്നെ when reducing liquid, adequate ventilation should be available to prevent dampness. Next one ആണ് steaming. ആവിയിൽ വെച്ച് വേവിച്ചെടുക്കൽ. So steaming uses convection of transferring heat from the steam to the food being cooked. So അത് സ്റ്റീമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് കേട്ടോ, നല്ലതാണ് സ്റ്റീമിംഗിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. സോ കോമ്പിനേഷൻ ഓഫ് കുക്കിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് മോയിസ്റ്റും ഡ്രൈ എന്ന് പറയുന്നത് വരുന്നതാണ് ബ്രേസിംഗ് ആൻഡ് സ്റ്റൂയിങ് എന്ന് പറയുന്നത്. ബ്രേസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് യൂസസ് ബോത്ത് ഡ്രൈ ആൻഡ് മോയിസ്റ്റ് കുക്കിംഗ് മെത്തേഡ്സ്. ബ്രേസ്ഡ് ഫുഡ്സ് ആർ ഫസ്റ്റ് ബ്രൗൺ using a little fat, then liquid is added. The pan is then covered and the food is simmered. സോ ആദ്യം നമ്മൾ ഈ ബ്രേസ്ഡ് കുക്കിനകത്ത് വറുത്തെടുക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ ലിക്വിഡിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. സോ അതാണ് ബ്രേസിംഗ് മെത്തേഡിൽ പറയുക. സ്റ്റൂയിങ് എന്ന് പറയുമ്പോഴത്തേക്കും സിമിലർ ടു ബ്രേസിംഗ് ആണ്, ബട്ട് ഇറ്റ് ജനറലി യൂസ്ഡ് ഓൺ സ്മോളർ കട്ട്സ് ഓഫ് മീറ്റ് ആൻഡ് കുക്കിംഗ് ടൈം ഈസ് ഷോർട്ടർ ആസ് കമ്പയർഡ് to braising. Okay, thank you. If any doubts are there, please mention it on the comment section or directly ask me. അതുപോലെ തന്നെ ഈ കോമ്പിനേഷൻസ് മെത്തേഡിനകത്ത് ബ്രെയിനിങ് ഫുഡ്സ് നമ്മൾ ഏതൊക്കെ ടൈപ്സ് ഫുഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, താങ്ക് യു.